ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എൻ്റെ ബ്രദറിൻ്റെ വെഡ്ഡിങ് ആട്ടോ. സോ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ്. ലാല പിന്നെ എവിടെ ആൾക്കാർ കൂടിയാലും അവിടെ കരച്ചിലിരിക്കും. ചക്കു പിന്നെ അതിനൊക്കെ ഉഷാറാണ്, ആൾക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഓനക്കിതാ അവിടെ എത്തിയപ്പോൾ തന്നെ വീട്ടിൻ്റെ മുമ്പിൽ ഐസുകാരൻ അത് കണ്ടപ്പോൾ എനിക്കത് വേണം, അത് കിട്ടാതെ വന്നിട്ടില്ല. അപ്പോൾ ഓൻ പറയും ഇത് തിന്നിട്ട് നമുക്ക് പോകാം, എന്നിട്ട് നമുക്ക് ചോറ് കഴിക്കാം. ഞാൻ പറഞ്ഞു ചോറ് കഴിച്ചിട്ട് പറ്റില്ല, ഓനക്ക് ഇപ്പം തന്നെ ആണെന്ന്. അതൊക്കെ വാങ്ങിക്കൊടുത്ത് ഡ്രസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ ടവലിട്ടെടുത്ത്. അപ്പോൾ അനിയും ചോദിക്കും ഇവരെന്താ ഡയറക്റ്റായിട്ട് ബാർബർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ടോ. അതൊന്നും എടുത്തില്ലേ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരും. അപ്പോൾ അതാ ഈ പെണ്ണിനെ എത്ര മുടി കെട്ടിക്കൊടുത്താലും ഓൾ അയച്ചിടും കേട്ടോ. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കെട്ടിക്കൊടുത്താലോ ഒരു വശം കെട്ടി അപ്പുറത്തെ വശം കിട്ടുമ്പോഴത്തേക്ക് ഓളെ തയ്ച്ചിടും. അങ്ങനെ അത് ഓളെ വാപ്പാപ്പ വന്ന്. അപ്പോൾ വാപ്പാപ്പാൻ്റെ വണ്ടിയിലൊക്കെ കയറി നിന്ന് കളിക്കട്ടെ. വാപ്പാപ്പാനെ ഭയങ്കര ഇഷ്ടമാണ്. ഓള് കളി കഴിഞ്ഞപ്പോൾ അതാ ചക്കു കയറി നിന്ന്. ചക്കു പിന്നെ വേറെ സംഭവമാണ്, ഓനക്ക് ഓരോ കൂടെ അങ്ങോട്ട് പോകണം വീട്ടിലേക്ക്, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കച്ചറ കേട്ടോ ഓന്. അങ്ങനെ ഓൻ പോയേ. വാപ്പാൻ്റെ സ്കൂട്ടറും വാപ്പാനെയും കണ്ട ഓനക്ക് അപ്പോൾ പോകണം. ഓനങ്ങനെ രണ്ടാളും പോയി. പിന്നെ ഞങ്ങൾ പെണ്ണിനെ കൂട്ടാൻ ടൈമായപ്പോൾ പെണ്ണിനെ കൂട്ടാൻ വേണ്ടി പോവാട്ടോ. ബസ്സിലാട്ടോ പോകുന്നത്. വലിയ ആളായിട്ട് തുള്ളിച്ചടാലോ എന്ന് വെച്ച് പോയത്. എവിടെ ലാല മടിയിൽ നിന്ന് മാറുന്നില്ല, ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തുള്ളലൊന്നും നടന്നില്ല, എന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്ത് പോയി. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ പാടി ഒന്ന് സെറ്റപ്പാക്കി പോയതാട്ടോ. അതാ പെണ്ണൊക്കെ വന്ന് ഞങ്ങൾ നന്നായി